പക്ഷെ അത് വിജയമാകുന്ന ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇങ്ങനെ നടക്കേണ്ടതല്ലേ, കാരണം എനിക്ക് ഈ പണിയെല്ലാം ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് ട്രാവലൊക്കെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന ചിന്തയിലാണ് പോയത്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയത് ഒരു ടൂറിസ്റ്റ് ഒരു തീർത്ഥാടക സംഘം, കൂടുതലും തീർത്ഥാടകരായിരുന്ന പശുപതിനാഥ ക്ഷേത്രം, സ്വയംഭൂനാഥ ക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ, ഉത്തരേന്ത്യ ഹിമാലയത്തിലെ കാഴ്ചകളൊക്കെ തേടിപ്പോയ ഒരു കൂടുതലും വൃദ്ധരൊക്കെയുള്ള ഒരു സംഘമായിരുന്നു. കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കൂടുതലുമായിരുന്നു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ ഒപ്പം യാത്ര ചെയ്ത് ഇവരുടെ താല്പര്യങ്ങൾ, ഇപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ പ്രകൃതിയുടെ അത്ഭുതം അന്നപൂർണ്ണ പർവ്വതനിരയുടെ മുകളിലേക്ക് പോയെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട. പോച്ചറ എന്ന് പറഞ്ഞിട്ട് ഒരു പർവ്വതം മുടിയുണ്ട് അവിടെ, അതിൽ പോയാൽ അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ട തൊട്ടടുത്ത ക്ഷേത്രം പോകാൻ പറ്റുമെങ്കിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ ഈ ബോട്ടിംഗ് ഒക്കെ പോലുള്ള സാധാരണ വിനോദങ്ങളുണ്ടല്ലോ. നമ്മുടെ ഏതൊരാളുടെയും ടൂറിസം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു സാധനം ബോട്ടിംഗ് ആണല്ലോ. ഇതിനെന്താ ഇത്ര കൗതുകം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയി. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് അത്രേ ഉള്ളൂ. അതിനപ്പുറമുള്ള എക്സ്പ്ലോറേഷനെ കുറിച്ചൊന്നും ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്തരം സംഘത്തിന്റെ ഒപ്പം പോയി ടൂർ ഇത് നടക്കില്ല. അപ്പോൾ ഈ സംഘത്തിന്റെ ഒപ്പം പോയില്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെ വാഹനം എടുത്ത് ഞാൻ തന്നെ യാത്ര ചെയ്ത് അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി പോകുക എന്ന് പറയുന്നത് അന്ന് അസാധ്യമാണ്, ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളൊരു പാക്കേജ് ടൂറിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് 10,000-50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വരാൻ പറ്റുന്നത്. നിങ്ങൾ തനിച്ചൊരു ടാക്സി വിളിച്ചോ കാറ് വിളിച്ചോ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൈഡിനെ കൂടെ കൂട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ പല മടങ്ങ് നിങ്ങൾ ചിലവാണ്. അപ്പൊ ഞാൻ ഏതാണ്ട് തീരുമാനിച്ചു ഇത് നടക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഈ സംഘത്തിൽ പലരോടും ഇങ്ങനെ ഒരു ടൂർ പരിപാടി ചെയ്യാനാണ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലോഗുകൾ അന്നാരും കണ്ടിട്ടില്ലല്ലോ, വിഷ്വൽ ട്രാവലോഗുകൾ. അപ്പൊ അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മാത്രമല്ല അതിലും നമ്മളെ പരിഹസിക്കുകയാണ്. താൻ ഈ നേരത്തെ വല്ല സീരിയൽ എടുക്കണോ എന്ന് പറഞ്ഞിട്ട്. അതാണ് കാരണം അന്ന് സീരിയലുകളുടെ കാലമാണ്. ടെലിവിഷനിൽ ഈ പറഞ്ഞ ഡോക്യുമെന്ററി ഒക്കെ ആര് കാണും, തനിക്ക് വല്ല സീരിയൽ എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ച ആളുകൾ. അപ്പം ഈ നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിലും ആളുകൾക്ക്, പ്രേക്ഷകരാണല്ലോ ഈ വർത്തമാനം പറയുന്നത്, നമ്മളോട് ഈ സീരിയൽ എടുക്കണോ എന്ന് പറയുന്നത് പ്രേക്ഷകൻ തന്നെയാണ്. അപ്പൊ ഇതാണ് പ്രേക്ഷകരുടെ ഒരു ചിന്തയും നിലവാരം അന്ന്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം അതാണ്. അപ്പൊ ഞാനിത് ഏതാണ്ട് ഇത് ഈ പ്രോജക്റ്റ് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ്. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് ഞാൻ അവിടെ നിന്ന് പൊക്രയിൽ നിന്ന് നേപ്പാളിലേക്ക് ഒരു വിമാനയാത്ര നടത്തുമ്പോഴാണ് ഈ പൈലറ്റിനെ പരിചയപ്പെടുന്നതും. പൈലറ്റിനെ ആകസ്മികമായിട്ട് പരിചയപ്പെട്ടാണ്. ഞാൻ ഷൂട്ട് ചെയ്യാൻ ഒരു വിൻഡോ സീറ്റ് ചോദിച്ചപ്പോൾ ഇങ്ങനെ എയർ ഹോസ്റ്റസ് എന്നെ ഈ കോക്പിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പൈലറ്റ് അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം തരുന്നു. അനുവാദം തരില്ല, അവിടെ ആവശ്യപ്പെടുന്നു, അവിടെ തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറയുന്നു. എനിക്ക് കാഴ്ചകൾ കാണിച്ചു തരുന്നു. ഇങ്ങനെ രസകരമായ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ ഞാനിങ്ങനെ ട്രാവലോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇയാൾ എന്നെ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങേര് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ ആശയം ഗംഭീര ആശയമാണ്, കാരണം ലോകം മനുഷ്യന് വീട്ടിൽ നിന്ന് കാണാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ, അങ്ങനെ പരിപാടികളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, നിങ്ങളുടെ ഇതൊരു വലിയ വിജയമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു ഇൻസ്പിറേഷനായി. കാരണം ഒരു പൈലറ്റാണ് ഈ വർത്താനം പറഞ്ഞത്. ഇത്തിരി മുമ്പ് പറഞ്ഞത് ഒരു സാധാരണക്കാരനാണ്. ഇയാള് ആകാശത്ത് നിന്ന് ലോകത്തെ കാണുന്ന ഒരാളാണ്, ബാക്കിയുള്ളൊരു താഴെ നിന്ന് ആകാശത്തെ മുകളിലോട്ട് നോക്കി കാണുന്നവർ മാത്രം. അപ്പൊ അയാളുടെ ഒരു വീക്ഷണം ഇവർക്കുണ്ടാവണമെന്നില്ല.